ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒട്ടും നീണ്ടു പോകാതെ പ്രഗ്നൻസി വേണമെന്നുള്ള ആളുകൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട 4 കാര്യങ്ങളെ പറ്റിയിട്ട്. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡിലാണ് കേട്ടോ. അതായത് ഓവുലേഷൻ എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപ് ഫോളോ ചെയ്യേണ്ട 4 കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പ്രോപ്പറായിട്ട് പ്രഗ്നൻസി ഉണ്ടാവണമെങ്കിൽ, കാലതാമസം ഒന്നുമില്ലാതെ പ്രഗ്നൻസി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അണ്ടം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ബീജം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് തിക്കണായിരിക്കണം, സെമൻ അകത്തേക്ക് പ്രവേശിക്കണം. സെമൻ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ ഫിസിക്കൽ കോൺടാക്ട് വേണം. ഓവുലേഷൻ നടക്കുന്ന ആ ഒരു എക്സാക്ട് ഡേ മാത്രം ഫിസിക്കൽ കോൺടാക്ട് ചെയ്താൽ പോരാ. ഓവുലേഷൻ നടക്കുന്നതിന് ഒരു 4 ദിവസം മുൻപെങ്കിലും കോൺടാക്ട് ചെയ്ത് തുടങ്ങണം. ദെൻ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ്, ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കൂടി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി എളുപ്പത്തിൽ പോസിബിൾ ആവുകയുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ളൊരു പുരുഷന്റെ സെമൻ സ്ത്രീ ശരീരത്തിൽ കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും നിൽക്കുന്നത് കൊണ്ടാണ് ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാലും നമ്മുടെ ശരീരത്തിലെ പല മാറ്റങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഓവുലേഷൻ നേരത്തെ ആകാനും വൈകി സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഡേ മിസ്സായി പോകാതിരിക്കാൻ ഓൾമോസ്റ്റ് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് പറയുന്നതിന് ദിവസങ്ങൾ മുൻപ് തന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ ടൈമിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്ത്രീയോ പുരുഷനോ ഡ്രിങ്ക്സ് യൂസ് ചെയ്യാതിരിക്കുക. പലരും ബിയർ കുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡ്രിങ്ക്സ് ഉപയോഗിച്ചിട്ടോ കോൺടാക്ട് ചെയ്യാറുണ്ട്. ബിയർ കുടിച്ചിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും പലരും പറയുന്നത് ഹസ്ബൻഡ് അത് ചെയ്യാനായിട്ട് താല്പര്യം ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരുപാട് ടൈം കിട്ടും, പക്ഷേ അവരൊക്കെ പറയുന്നൊരു കാര്യം ഒരു മൊമെന്റ് എത്തിക്കഴിയുമ്പോഴേക്കും പുള്ളി ടയേർഡായി പോകുമെന്നാണ് പറയുന്നത്. ഒരു ഇജാക്കുലേഷൻ്റെ ഒരു പ്രോസസ്സ് എത്തിക്കഴിയുമ്പോഴേക്കും ഡെസ്പായി പോകുമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് നേരത്തെ ഒരു എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് ടയേർഡ് ആക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം പലർക്കും ഉണ്ടാവുന്നത്. ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ സ്ത്രീകളും പുരുഷന്മാരും ഒപ്പം കുടിക്കാറുണ്ട്, ബിയർ കുടിക്കുന്നവരുണ്ട്. അതൊന്നും മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന ഓവുലേഷൻ ടൈമിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഒരുപാട് പുരുഷന്മാർക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാനായിട്ട് ഇത് കാരണമാകുന്നു. കാരണം ക്ലൈമാക്സ് വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഇജാക്കുലേഷൻ പുറത്തേക്ക് വരാത്തൊരവസ്ഥ, നമ്മൾ ടയർഡായി പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പുരുഷൻ ഓട്ടോമാറ്റിക്കലി ടയർഡ് ആവുകയാണെങ്കിൽ സ്ത്രീയും അതിനോടൊപ്പം തന്നെ ടയർഡായി പോകും. രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് ഷട്ട് ഡൗൺ ആയി പോകും. അതുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രിങ്ക്സ് ഒട്ടും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓവുലേഷൻ അടുപ്പിച്ചിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഷേവ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഇന്റിമേറ്റ് ഹൈജീൻ എല്ലാവരും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പലരും ആ ഒരു രോമം വളർന്നു കഴിയുമ്പോഴേക്കും അത് ഷേവ് ചെയ്ത് കളയുന്നവരുണ്ട്, ചിലരതല്ലാതെ കട്ട് ചെയ്ത് നിർത്തുന്നവരുണ്ട്. ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങൾക്ക് കുറച്ചധികം ദിവസം മുൻപ് നമ്മൾ, അതായത് പീരിയഡ്സിൻ്റെ സമയത്തോ ഒക്കെ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഓവുലേഷൻ അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രോമം വളരാനായിട്ട് തുടങ്ങും. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പലർക്കും ഗ്രോത്ത് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഗ്രോത്ത് ഉണ്ടാകുന്ന ഇപ്പോൾ പുരുഷൻ്റെയൊക്കെ താടി വടിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ കിളിർക്കാനായിട്ട് തുടങ്ങില്ലേ. ആ സമയത്ത് നിങ്ങൾ ആ കവിളിലൊന്ന് തടവി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. ആ ഒരു സമയത്ത് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ഒരു ഇറിറ്റേഷൻ നമുക്കുണ്ടാകും. ഇതേ സെയിം ഇറിറ്റേഷൻ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് മാക്സിമം ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഷേവ് ചെയ്യാതിരിക്കുക. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഓവുലേഷൻ ഡേ നമുക്ക് മിസ്സായി പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. അതുപോലെ പീരിയഡ്സിൻ്റെ സമയങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു 4 ദിവസം മുൻപൊക്കെ മുതൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. പല ആളുകളും സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ ലൂബ്രിക്കൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പല ലൂബ്രിക്കൻസും യൂസ് ചെയ്യാറുണ്ട്. ചിലവർ അതല്ലാതെ പ്രൊഡക്ട്സ് ഓൺലൈനിൽ നിന്ന് മറ്റും മേടിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മനസ്സിലാവാതെ ഇത് ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടാകും. ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ലൂബ്രിക്കൻസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയത് കേട്ടോ. നമുക്ക് ശരീരത്തിൽ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ട്, അതാണ് നമ്മളുടെ സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്തവർക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്കും ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് പലരും ഇതുപോലെയുള്ള ലൂബ്രിക്കൻസ് ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ നാച്ചുറൽ ലൂബ്രിക്കൻസ് ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, അലോവേര ജെൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചമുട്ടയുടെ വെള്ളം ഉപയോഗിക്കുക,
ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ചില ആളുകൾ ഉപയോഗിക്കുന്നതാണ് സലൈവ. ഈ എല്ലാ ലൂബ്രിക്കൻസും നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആക്കുന്നുണ്ടെങ്കിലും ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ടേം വരുമ്പോഴേക്കും അത് ശരീരത്തിന് ഹാംഫുൾ ആവുകയാണ് ചെയ്യുന്നത്. സലൈവയും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന സമയത്ത് സെമൻ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിലുമായിട്ട് അത് മിക്സ് ആവുന്ന സമയത്ത് ഇതിൻ്റെ സ്വിം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അതായത് വജൈനയുടെ ഓപ്പണിങ്ങിൽ ഇത് ഡെപ്പോസിറ്റ് ആയാലും ഇത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇതിന് സ്വിം ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇത് പ്രവേശിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കാരണമാകും. അതുപോലെ എഗ് വൈറ്റ് ആണെങ്കിൽ കൂടി തന്നെയും അത് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് ഇല്ലെങ്കിൽ ഫോർപ്ലേ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതായത് സ്ത്രീയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ സെർവിക്കൽ മ്യൂക്കസിൽ 90% വരെ അടങ്ങിയിട്ടുള്ളത് വെള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഓവുലേഷൻ നടക്കുമ്പോഴേക്കും ഡ്രൈ ആണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓവുലേഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ചില ആളുകൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഈ സലൈവ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ സലൈവ അകത്തേക്ക് പ്രവേശിക്കുന്ന സെമനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് അത് റിഡ്യൂസ് ചെയ്യും കേട്ടോ. അടുത്തെന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഓവുലേഷൻ എടുക്കുന്ന സമയം എത്തുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. ഈ മാസമെങ്കിലും പ്രഗ്നൻ്റ് ആകുമോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഓവുലേഷൻ ടൈം മുതൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാകും, വീട്ടിലെന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും. ഇതെല്ലാം നമ്മളിങ്ങനെ മൈൻഡിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ താല്പര്യം ആ സ്പോട്ട് മുതൽ നിങ്ങൾക്ക് റിഡ്യൂസ് ആവാനായിട്ട് തുടങ്ങും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു ബെഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഈ മാസമെങ്കിലും പ്രഗ്നൻ്റ് ആവുമോ, എല്ലാം ഉള്ളിലെത്തിയിട്ടുണ്ടാവുമല്ലോ, പുറത്തേക്ക് വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ അങ്ങോട്ട് മാറി പോകുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സെർവിക്സ് ഡൈലൂട്ട് ആവുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ കൃത്യമായിട്ട് അവിടെ ഓപ്പണായി വരുന്നുണ്ടെങ്കിൽ, അത് നോർമലി ഓപ്പൺ ആവുന്നതിനേക്കാളും നിങ്ങൾക്ക് ഫോർപ്ലേ കൂടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം, ഓർഗാസം ഉണ്ടാകുമ്പോഴേക്കും ഒരുപാട് അതിൻ്റെ മസിൽസൊക്കെ സ്ട്രെച്ച് ആകും. മില്യൻസ് ഓഫ് സെമന് ഒറ്റ സ്ട്രെച്ചിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോർ ഡിസ്ചാർജ് ഉണ്ടാകും. നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് പല ചിന്തകളും നിങ്ങൾക്ക് മനസ്സിൽ കൂടി കടന്നു വരുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ നിങ്ങൾ എങ്ങനെയാണോ എൻജോയ് ചെയ്തത് ആ ഒരു പ്രോസസ്സിൽ മാത്രം നിങ്ങൾ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളും എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് സഹായിക്കും. നമ്മൾ ചെറുതായിട്ട് വിടുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഈ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. അതുപോലെ ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഞരമ്പന്മാർ ചാനലിൽ മെസ്സേജ് അയക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ട് അവർ ചിലപ്പോൾ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ചാൻസ് ഉണ്ട്. അവർക്കറിയില്ലല്ലോ ഒരു കുഞ്ഞുണ്ടാവാനായിട്ടൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ശ്രമിച്ചു കഴിയുമ്പോൾ അത് കിട്ടാതാവുമ്പോൾ അവർക്ക് എന്തെല്ലാം സ്ട്രെസ് ഉണ്ടാകുമെന്ന് ഇവന്മാർക്ക് ഇത്തരം ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ഞരമ്പന്മാർക്ക് അറിയില്ലല്ലോ. അവരൊക്കെ ശരിക്കും ഒരു അമ്മ പ്രസവിച്ച മോനാണെന്നോ അല്ലെങ്കിൽ ഒരു മോളാണെന്നോ നമുക്ക് തോന്നില്ല. അത്രയും വൾഗറായിട്ടായിരിക്കും അവന്മാരൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. കമൻറ്റിന് റിപ്ലൈ കിട്ടാതായപ്പോഴേക്കും എൻ്റെ പ്രൈവറ്റ് മെയിലിലോട്ട് വരെ ഇവർ മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ കമൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യുക. ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ദയവായിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ദിജൂസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഓവുലേഷൻ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ സൈക്കിൾ ലെങ്ത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്, അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി ആണെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അതെണ്ണി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.